മിസൈലുകൾ, ഡ്രോണുകൾ, ബോംബുകൾ, സീസ് ഫയറുകൾ, ചർച്ചകൾ, ഇതൊക്കെയാണ് നമ്മൾ ന്യൂസിലൂടെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാണുന്നത് അല്ലേ. മറ്റേത് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ നമ്മൾ വാർത്തകളായി വായിക്കും, എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ഇതാണ് പൊതുവെ ചെയ്യാറുള്ളത് അല്ലേ. മറ്റു പല രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളും പോലെയാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളും പോലെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ, ചൈനയും തായ്വാനും തമ്മിൽ, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. അതുപോലൊരു പ്രശ്നമായിട്ടാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ചും ഇസ്രായേലും ചുറ്റിലുമുള്ള അറബ് രാജ്യങ്ങളും ഒക്കെ തമ്മിലുള്ള പ്രശ്നം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ബിലീവ് മീ, നിങ്ങൾക്കിത് മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കോൺസ്പിറസി തിയറി അല്ല, മറിച്ച് കൃത്യമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ലോക രാജ്യ നേതാക്കന്മാർ തന്നെ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ലക്ഷ്യമായിക്കൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീരുന്നത് പോലെയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നത് പോലെയോ ഇത് തീരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് തീരില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിനു പിന്നിൽ വേറെ ചില പ്ലാനുകളുണ്ട്. അവരത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നേടുന്നതിലൂടെ മാത്രമേ അത് അവർ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഈ അടുത്തുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമേരിക്കയുടെ പ്രസ് കോൺഫറൻസുകളോ അല്ലെങ്കിൽ അമേരിക്കയുടെ റിലീസുകളോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു ഫിഗറാണ് പീറ്റ് ഹെക്സെക് എന്ന് പറയുന്നത് അല്ലേ. അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധ നേട്ടങ്ങളൊക്കെ മീഡിയക്ക് മുമ്പിൽ സംസാരിക്കുന്ന ആളാണ് അല്ലേ. ഈ വ്യക്തിയുടെ ഒരു സംസാരം നിങ്ങൾ ആദ്യം കേൾപ്പിക്കാം. അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകൾ വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം പീറ്റ് ഹെക്സെക് 2018 ജെറൂസലേമിൽ നടത്തിയിട്ടുള്ളൊരു സംസാരം നിങ്ങൾ ആദ്യം കേട്ടോളൂ. 1917 was a miracle. 1948 was a miracle. 1967 was a miracle. 2017, the declaration of Jerusalem as the capital was a miracle. And there's no reason why the miracle of the reestablishment of the temple on the Temple Mount is not possible. അപ്പോൾ അദ്ദേഹം പറയുന്നത് 1917 ഒരു മിറക്കിളായിരുന്നു. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ച ആ ഒരു കാര്യം മിറക്കിളാണ്. 67 ഒരു മിറക്കിളാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് ട്രംപ് ജെറൂസലേമിലേക്ക് ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ മാറ്റിയതായി അംഗീകരിച്ച ആ ഒരു കാര്യം, അതൊരു മിറക്കിളാണ്. ഇതുപോലെ അൽ അക്സ നിൽക്കുന്ന, ആ മസ്ജിദുൽ അക്സ നിലനിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ടെമ്പിൾ പണിയുക എന്ന് പറയുന്ന മിറാക്കിളും പോസിബിൾ ആവാതിരിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇവിടെ ഞാൻ പറയുന്നത് മറ്റു പല രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, അതിർത്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പോലെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു രാജ്യത്ത്, ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ഒരു വക്താവ് മറ്റൊരു രാജ്യത്ത് പോയിട്ട് പറയാണ് ഇങ്ങനെ ഒരു ദേവാലയം പണിയുക എന്ന് പറയുന്നൊരു സംഭവം അത് നടക്കാൻ പോകുന്നു, അതൊരു അത്ഭുതമായി മിറാക്കിളായിട്ട് സംഭവിക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തിൽ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ മിറാക്കിളാണ്. ഇത് കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണോ? അല്ല. അവിടെയാണ് നമ്മൾ ഇതിനെ കുറച്ചുകൂടി വിശാലമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലെയല്ല. ഇതിന് വളരെ ഡീപ്പായിട്ടുള്ള, നമ്മൾ പുറത്ത് കാണുന്ന ഈ വാർത്തകളും ഈ പൊടിപടലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ അപ്പുറത്ത് വളരെ ഡീപ്പായ ഒരു വേര് ഇതിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു തിയോളജിക്കലായിട്ടുള്ള, കൃത്യമായി വിശ്വാസപരമായിട്ടുള്ളൊരു അടിസ്ഥാനം ഈ പ്രശ്നങ്ങളുടെയൊക്കെ നാരായ വേരായിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് കാലങ്ങൾ ഉണ്ടാവും, പിന്നെ അത് ഇല്ലാതാവും. കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ ചർച്ചകൾ നടക്കും, അത് സോൾവ് ചെയ്യപ്പെടും. പക്ഷേ ഇത് സോൾവ് ചെയ്യപ്പെടില്ല, സോൾവ് ചെയ്യപ്പെടരുത് എന്ന് ചില ആളുകളുടെ വിശ്വാസപരമായ ഒരു നിർബന്ധ ബുദ്ധി കൂടിയാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. കാരണം അവർ വിശ്വസിക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളതും ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കണം എന്നുള്ളതും. മാത്രമല്ല, ആ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില രാജ്യങ്ങളും ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അമേരിക്ക, ഇസ്രായേൽ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളെയും ആ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന വിശ്വാസഘടന എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ രണ്ട് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളാണ് ഈ രണ്ട് പവറുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള. ഒന്നാമത്തത് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം, അവരെ നിയന്ത്രിക്കുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയാണ്. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ് അവരെ നിയന്ത്രിക്കുന്നത്. ആ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിശ്വസിക്കുകയാണ് ജൂസ് മസ്റ്റ് റിട്ടേൺ ടു ആൻഡ് കൺട്രോൾ ദ ഹോളി ലാൻഡ്. അതായത് പുണ്യദേശത്തേക്ക് ഈ പറഞ്ഞ ജൂതന്മാർ അവർ തിരിച്ചു പോകണം, അവരതിനെ കൺട്രോൾ ചെയ്യണം.
ടു ട്രിഗർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. ജീസസിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്, രണ്ടാമത്തുള്ള വരവിന് ട്രിഗർ ചെയ്യാൻ അവർ അവിടെ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണം. അവിടെ ജൂതന്മാർ ആ രാജ്യത്തെ കൺട്രോൾ ചെയ്യണം എന്ന് മാത്രമല്ല, അവിടെ ജൂതന്മാരായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളത്. അത് നിലനിർത്തുക എന്നത് ആരുടെ ദൗത്യമാണ്? അമേരിക്കയുടെ ദൗത്യമാണ്. അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തതാണ് തങ്ങളെ എന്നാണ് അമേരിക്കക്കാർ വിശ്വസിക്കുന്നത്. അമേരിക്കക്കാരുടെ വിശ്വാസം എന്താണ്? ദൈവം തെരഞ്ഞെടുത്തതാണ് ഞങ്ങളെ. എന്തിനു വേണ്ടി? യേശുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി, ഇസ്രയേലിനെ നിലനിർത്താൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഇത് ഒരു ഭാഗത്ത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് പൊളിറ്റിക്കൽ സയനിസ്റ്റുകൾ. ഈ പൊളിറ്റിക്കൽ സയനിസ്റ്റുകളുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ദ അബ്സല്യൂട്ട് കൺട്രോൾ ഓഫ് ദ ടെറിട്ടറി ടു ട്രിഗർ ദ അറൈവൽ ഓഫ് ദെയർ മെഷിഹ. എന്ന് വെച്ചാൽ അവരുടെ മസിഹ അല്ലെങ്കിൽ മിഷിഹ, അവരുടെ മിഷിഹയുടെ തിരിച്ചുവരവിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗം, ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ എന്ത് ചെയ്യണം? അവർ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സയനിസ്റ്റുകളുടെ വിശ്വാസം. അപ്പം സയനിസ്റ്റുകളുടെ വിശ്വാസം എന്താണ്? ഒരേ സ്ഥലം ജൂതന്മാർ കൺട്രോൾ ചെയ്യണം. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ വിശ്വാസം എന്താണ്? ഈ ഭാഗം ജൂതന്മാർ കൺട്രോൾ ചെയ്താലേ യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവ് ട്രിഗർ ചെയ്യപ്പെടുകയുള്ളൂ. ഇത് രണ്ടും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ കാര്യത്തിൽ ഒരുമിക്കുകയാണ്. അവിടെയാണ് ആ കൺവേർജൻസ് സംഭവിക്കുന്നത്. ആ ഷെയർഡ് ഒബ്ജക്റ്റീവിന് വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ്. അങ്ങനെ സ്റ്റേറ്റായിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ആ രൂപത്തിൽ വേറെ എന്തൊക്കെ ചെയ്താലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ അമേരിക്ക നിൽക്കാൻ കാരണം എന്താണ്? ഈ ഷെയർഡ് ഒബ്ജക്റ്റീവാണ്. ഇവരുടെ രണ്ടുപേരുടെയും വിശ്വാസം ഈ സ്ഥലത്ത് ജൂതന്മാർ വേണം എന്നുള്ളത് അവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അവിടെ വിശ്വാസപരമായി ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ വിശ്വസിക്കുകയാണ്, അവിടെ യേശു ക്രിസ്തു തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാര്യം സംഭവിക്കണം, അല്ലെങ്കിൽ ഈ ഭാഗം ജൂതന്മാർ ഭരിക്കണം എന്നുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇനിയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം, അത് അവിടെ ഉണ്ടായിരുന്ന ഫലസ്തീനുകളെ പുറത്താക്കി അവരെ കുടിയൊഴിപ്പിച്ച് അവരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ആ രാജ്യം നിലവിൽ വന്നത്. ഈ തീവ്രവാദ സംഘടനകൾ, ഹെഗാന, ഉറുഗുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ജൂതഭീകര സംഘടനകൾ കൊണ്ടാണ് ആ രാജ്യമുണ്ടായത്. ഓക്കെ, എങ്കിലും ആ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം നിലനിൽക്കുന്നതാണോ ഇത്? അല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ വിശ്വാസം ഇങ്ങനെയാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവർ കാണിച്ചു കൂട്ടുന്നതല്ല, അല്ലേ? എങ്കിൽ ഈ വിശ്വാസം പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഇപ്പോൾ ഇസ്രായേൽ എന്ന് നമ്മൾ കാണുന്ന ആ രാജ്യം മാത്രം ജൂതന്മാർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണോ? അല്ല. നമ്മൾ അതിൻ്റെ ടെക്സ്റ്റുകളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ വിശ്വാസം അങ്ങനെയുമല്ല, മറിച്ച് ഈ ഏരിയ മൊത്തം, ഈ ഭാഗം, ഈ പശ്ചിമേഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും മൊത്തം ജൂതന്മാർ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത് ടക്കർ കാൾസൺ, അമേരിക്കയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു റൈറ്റ് വിങ് ഒരു മീഡിയ പേഴ്സൺ കൂടിയാണ് ടക്കർ കാൾസൺ. അദ്ദേഹം ഇസ്രയേലിലുള്ള അമേരിക്കൻ അംബാസഡറായിട്ടുള്ള മൈക്ക് ഹക്കാബിയുമായി ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ശരി ഇങ്ങനെയാണെങ്കിൽ, അതായത് ഈ സ്ഥലത്ത് ജൂതന്മാർ ഭരിക്കണം അല്ലെങ്കിൽ ജൂതരാഷ്ട്രം ഉണ്ടാകണം, അതുകൊണ്ട് മാത്രമാണ് യേശുവിൻ്റെ തിരിച്ചുവരവ് എന്നുള്ള ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്നുണ്ടെങ്കിൽ, ആ പറയുന്ന ജെനസിസിൽ യഥാർത്ഥത്തിൽ പറയുന്നത് ഇപ്പം പറയുന്നത് ഇസ്രായേൽ മാത്രമല്ലല്ലോ, ഇതിനേക്കാൾ വലിയൊരു സ്ഥലമല്ലേ യഥാർത്ഥത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു എൻ്റയർ മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ മുഴുവൻ ജൂതന്മാരുടെ കീഴിൽ വരണമെന്നല്ലേ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് അമേരിക്കയുടെ അംബാസഡർ പറയുന്ന മറുപടി ഏതെങ്കിലും തീവ്രവാദികളോ ഏതെങ്കിലും ഫ്രിഞ്ച് എലമെൻസോ പറയുന്നതല്ല, അമേരിക്കൻ അംബാസഡർ ടു ദ ഇസ്രായേൽ പറയുന്ന ഉത്തരം നിങ്ങൾ കേട്ടുള്ളൂ. You've appealed to Genesis. Genesis 15 says it's Abram, it's pre-Abraham, it's Abram, receives from God the news that his descendants will inherit the land, and you tell me as the theologian if I'm getting this wrong, but from the Euphrates to the Nile. I think that's right. And that would include like basically the entire Middle East. That would be the Levant, so that would be Israel, Jordan, Syria, Lebanon. It would also be. അതായത് ജെനസിസ് പ്രകാരം, ഉൽപ്പത്തി പ്രകാരമാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ, ആ ഉൽപ്പത്തിയിൽ പറയുന്ന ജൂതരാഷ്ട്രം ഏതായിരിക്കണം? അത് യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെ എന്ന് വെച്ചാൽ ഏകദേശം പശ്ചിമേഷ്യ മുഴുവൻ വരുന്ന സിറിയയും ജോർദാനും ലബനാനും അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ പാർട്സും എല്ലാം വരുന്ന വലിയൊരു സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ അത് മൊത്തം ജൂതന്മാർക്ക് വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അവകാശമുണ്ട് എന്നാണോ പറയുന്നത്? എന്ന് വെച്ചാൽ പണ്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതുകൊണ്ട് ജൂതന്മാർക്കിത് ഈ ഇസ്രായേൽ അവരുടെ റൈറ്റാണ്, ഫലസ്തീനുകളെ പുറത്താക്കിക്കൊണ്ട് അവർക്കത് നേടാമെന്നാണെങ്കിൽ ഈ പറഞ്ഞ മൊത്തം ലാൻഡ് യഥാർത്ഥത്തിൽ ജൂതന്മാരുടേതാണെന്നാണോ നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. Big parts of Saudi Arabia and Iraq. So God gave that land to his people, the Jews, or he didn't. You're saying he did.
what does that mean? Does Israel have the right to that land? Because you're appealing to Genesis. Yeah. You're saying that's the original deed. It would be fine if they took it all. ഇറ്റ് വുഡ് ബി ഫൈൻ ഇഫ് ദേ ടുക്ക് ഇറ്റ് ഓൾ. അത് മൊത്തം അവരെടുക്കുകയാണെന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റ് മൊത്തം ഇസ്രയേൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഫൈൻ, അത് ഓക്കെയാണ് എന്ന് വെച്ചാൽ അതന്നെയാണ് പറയുന്നത് എന്നർത്ഥം. ഇവിടെയാണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ഇപ്പം ഒരു ചെറിയൊരു രാജ്യമാണ്, അതിനപ്പുറത്തേക്ക് ഈ എൻറ്റയർ മിഡിൽ ഈസ്റ്റ് തങ്ങളുടെ അധീനതയിൽ വരണം എന്ന ഒരു വിശ്വാസവുമായി കൊണ്ടാണ്, എന്ന ഒരു ഗോളുമായി കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ ഒരേ സമയത്ത് 2, 3, 4, 5 രാജ്യങ്ങളിൽ അധിനിവേശം നടത്തുന്ന വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ? ഇപ്പം നിങ്ങൾ നോക്കുക, ഒരേ സമയത്ത് ഗാസയിൽ ബോംബിടുന്നു, വെസ്റ്റ് ബാങ്കിൽ അവിടെ കയ്യേറ്റങ്ങൾ തുടരുന്നു, അവിടെയും ആളുകളെ കൊല്ലുന്നു, ലെബനോനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരേ സമയത്താണ് അതിൻ്റെ കൂടെ ഇറാനുമായി യുദ്ധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് 5 സ്ഥലങ്ങളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പ്രശ്നം തീരൂല? കാരണം ഇവരെല്ലാ കാലത്തും ഇവരുണ്ടായത് മുതൽ ഈ ദിവസം വരേക്കും ഇങ്ങനെ മൾട്ടിപ്പിൾ ഫ്രോൺസിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അവർ വിശ്വസിക്കുകയാണെന്ത്, ഇത് മൊത്തം ഞങ്ങളുടേതാണ്, ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഏതെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. ഏതുവരെയും ചോദിച്ചാൽ പല IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നാണ് അവർ പറയുക, IDF സോൾജേഴ്സിൻ്റെയും ബാഡ്ജ് ആയിക്കൊണ്ട് പോലും ഈ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ മാപ്പുകൾ അവരുടെ പിന്നെ ഈ സോൾജർ യൂണിഫോമിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. കണ്ടില്ലേ? ഗ്രേറ്റർ ഇസ്രായേൽ അവർ പറയുന്ന ആ ഇസ്രായേലിൻ്റെ സാധാരണ ഇപ്പോൾ ഉള്ള ഇസ്രായേലിൻ്റെ അല്ല, അതിനപ്പുറത്തേക്കുള്ള ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പാണ് അവരുടെയൊക്കെ ആ ഒരു സോൾജർ യൂണിഫോമിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയൊരു സ്ഥലം അത് ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസവുമായിട്ടാണ് ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ട ആ ഗോൾ നേടാൻ വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ഞാൻ ഏതെങ്കിലും കുറച്ച് ആൾക്കാരല്ല, ഇനി അടുത്ത ഒരു തെളിവായിട്ട് പറയാം. സ്മോട്രിച്ച് അല്ലേ, ഇപ്പോൾ ഇന്ത്യയിലടക്കം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഇസ്രായേലിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഇസ്രായേലിൻ്റെ മിനിസ്റ്റർ അദ്ദേഹം പറയുന്നത് ജൂതരാഷ്ട്രം എന്നുള്ളത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിൻ്റെ മിനിസ്റ്റർ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ കണ്ടു. אני רוצה מדינה יהודית. שזה אומר מה? מדינה יהודית. זה נורא נורא מורכב. זו מדינה שמתנהגת לפי עולם ערכים של העם היהודי. הריבונות של ישראל מתחילה בים ונגמרת בנהר. בשלב הזה או שבעצם אנחנו גם יוצאים את עבר הירדן? בשלב הבא. בסדר, לאט לאט. כתוב בחז"ל שעתידה ישראל, עתידה ירושלים להתרחב עד דמשק. רק ירושלים. ല്ലേ അത് ബിറ്റ് ബൈ ബിറ്റ്, പതിയെ പതിയെ ഈ പറഞ്ഞ ഫ്രം ദ റിവർ ടു ദ സീ എന്നല്ലെങ്കിൽ ഈ പറഞ്ഞ നൈലിൻ്റെ യൂഫ്രട്ടീസിൻ്റെയും ഇടയിലുള്ള മൊത്തം ഭാഗം ഡമസ്കസിലേക്ക് വരെ ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന ഈ ഒരു ഇസ്രായേൽ അത് പതിയെ 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 ഞങ്ങളത് നേടിയിരിക്കും. ഇത് പറയുന്നത് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ മിനിസ്റ്ററായിട്ടുള്ള മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു സംസാരമാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സംസാരം നിങ്ങൾ കേട്ടോളൂ. Eventually, our borders will extend from Lebanon, the Great Desert, which is Saudi Arabia, and then from the Mediterranean to the Euphrates. And then we're going to take, I believe we're going to take Mecca, Medina, and Mount Sinai and purify those places. മക്കയും മദീനയും അടങ്ങുന്ന സിനായ് മലകൾ അടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങളത് എടുക്കും. മക്കയും മദീനയും എടുത്തിട്ട് ഞങ്ങളത് പ്യൂരിഫൈ ചെയ്യുമെന്നാണ്. മക്കയും മദീനയും അടക്കം ഇസ്രായേൽ കൈകാര്യം ചെയ്യുകയും അതിനെ പ്യൂരിഫൈ ചെയ്യും എന്നുള്ളത് പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലി പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് കേവലമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കത് പിടികിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഈവൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു, ഈ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം നിരന്തരമായി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രേറ്റർ ഇസ്രായേൽ തന്നെ നടപ്പിലാക്കണം, ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരു മിശിഹായുടെ കടന്നുവരവിന് വേണ്ടിയുള്ളതാണ് എന്ന് കൃത്യമായി പ്രൊഫസ് ചെയ്യുന്ന ആ ഈ പറഞ്ഞ റബ്ബിമാരുടെ അടുത്ത്, റബ്ബി എന്ന് പിന്നെ പൊതുവെ വിളിക്കപ്പെടുന്ന അവരുടെ അടുത്ത് പോയി ഈ പറഞ്ഞ വ്യക്തികൾ അവർ പോയി സംസാരിക്കുകയും ഏതുവരെ ചോദിച്ചാൽ നിങ്ങൾ ഇപ്പം ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് UN-ൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ബെഞ്ചമിൻ നെതന്യാഹു, അതിനുശേഷം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി, ഇങ്ങനെയുള്ള ഓരോ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഈ പറഞ്ഞ റബ്ബിയെ കൺസൾട്ട് ചെയ്യുകയും പതിയെ പതിയെ മിശിഹായുടെ തിരിച്ചു വരവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, അത് കുറച്ച് സ്പീഡാക്കണമെന്ന് നെതന്യാഹുവിനെ ഉപദേശിക്കുകയാണ് ഈ റബ്ബി.
אני פעל מבחינת מעשה לאדם מבחינת מעשה. ואני מתכוון לחזור אליך. עסקים סודרים סדיקים מאיר ב9-10 אנשים. לבד מבלי תפרה שלי, כאילו שהקודש ברוך הוא לצד הזה. מה שישראל לאחרונה, זה נבדקו כמה עניינים. സിൻസ് വി ലാസ്റ്റ് മെറ്റ് അവസാനം നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മളുടെ പ്രോജക്റ്റ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, കുറച്ചുകൂടി സ്പീഡാക്കണം എന്നാണ് പറയുന്നത്. മിശിഹ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. മിശിഹ വന്നിട്ടില്ല, ബാക്കിയുള്ള പല കാര്യങ്ങളും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിശിഹ വരിക എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യം മാത്രം ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഡു സംതിങ് ടു ഹസൻ ഹിസ് കമ്മിങ്. ആ മിശിഹ പെട്ടെന്ന് വരാനുള്ള കാര്യങ്ങൾ വേഗം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിക്കൊണ്ട്, ഇത് ഞാൻ പറയുന്നത് ഇതെല്ലാം നമുക്ക് ലഭ്യമായിട്ടുള്ള വളരെ കൃത്യമായി പുറത്ത് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള എവിഡൻസുകളിൽ നമുക്ക് കാണാൻ പറ്റുകയാണ്. മിശിഹ തിരിച്ചു വരണം. ആ മിശിഹ തിരിച്ചു വരാൻ എന്തു വേണം, ആ കാര്യങ്ങൾ നിങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. ഈ ജൂത വിശ്വാസപ്രകാരം അവർ മനസ്സിലാക്കുന്നത് ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഭയങ്കര കുഴപ്പങ്ങൾ അത് വ്യാപിച്ചുകൊണ്ട് മിശിഹയുടെ തിരിച്ചുവരവിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഹാസൻ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഏതുവരെയും ചോദിച്ചാൽ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും ഏറ്റവും അവസാനം ഇപ്പോൾ ഇസ്രായേലിന് കുറച്ച് തിരിച്ചടികൾ ഉണ്ടായി എന്ന രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, ഇപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിന് തിരിച്ചടി ഉണ്ടായോ ഇല്ലേ, അത് ആ നിലക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ പോലും നെതന്യാഹു പറയുന്നത് എന്താണ്, ഇപ്പോഴുള്ള ഇസ്രയേലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുമ്പുള്ളതിനേക്കാൾ വളരെയധികം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വളരെ വലിയ ശക്തിയാണ്. ആ രൂപത്തിൽ തന്നെയാണ്, നല്ല രൂപത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ മിശിഹ അടുത്ത വ്യാഴാഴ്ച തന്നെ വരും എന്ന രൂപത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ മിശിഹ വരിക എന്ന് പറയുന്ന പ്രവർത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് പെട്ടെന്ന് നാളെ നടക്കണം അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച നടക്കണം എന്ന രൂപത്തിൽ അത് നടന്നോളന്നില്ല എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് ടെലിവിഷനിൽ വന്നിട്ട് സംസാരിക്കാം കേട്ടോളൂ. Revealed at a later stage, and I can say that Israel is much stronger, much greater than it has been in the past. We need to recognize this, and I believe we all recognize the fact that we will reach to the kingdom. We will make it to the return of the Messiah, but this will not happen next Thursday. അപ്പോൾ നമ്മൾ മിശിഹയെ തിരിച്ചു വരിക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് അടുത്ത വ്യാഴാഴ്ച നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല എന്ന് പറയാൻ ഇത് ഈ കഴിഞ്ഞ കോൺഫ്ലിക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസപരമായിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനം കൃത്യമായി മനസ്സിലാക്കുക. അവിടെയാണ് എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ടൈം ലൈൻ കാണുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഒരു സ്റ്റേജ് 1 ആയി അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു നേഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കുക, ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കുക. അത് 1948 കൃത്യമായൊരു ജൂതരാഷ്ട്രത്തിൻ്റെ രൂപീകരണം അവർക്ക് പോസിബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു ടെറിട്ടോറിയൽ ക്യാപിറ്റലായിക്കൊണ്ട് ജെറൂസലേമിനെ അത് മാറ്റുക എന്നുള്ളത് ട്രംപ് അത് കൃത്യമായിക്കൊണ്ട് തന്നെ അത് നടപ്പിലാക്കി. ജെറൂസലേമിനെ ഒരു ക്യാപിറ്റലായിക്കൊണ്ട്, ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിക്കൊണ്ട് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഇനി അടുത്തതായിട്ടുള്ളത് സ്റ്റേജ് 3 എന്ന് പറയുന്നത് 2 സ്റ്റേജുകൾ കഴിഞ്ഞു. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റീബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ, അല്ലേ. ടെമ്പിൾ മൗണ്ടിൽ അൽ അക്സ പള്ളിയെ നശിപ്പിക്കുകയും അവിടെ ഇവരുടെ ദേവാലയം പണിയുക എന്നുള്ളതുമാണ് അടുത്ത സ്റ്റെപ്പായിക്കൊണ്ട് ഈ ഗ്രാൻഡ് പ്രോജക്റ്റിൽ ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അൽ അക്സ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിക്കൊണ്ട് തന്നെ ഈ വിഷയമുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 1967 ശേഷം ഇത്രയും പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി ഏതാനും ദിവസങ്ങൾ, ഏറ്റവും അവസാന റമദാൻ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലടക്കം അൽ അക്സ പള്ളി പൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ചരിത്രത്തിൽ ഈ പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി അങ്ങനെ ഒരു അവസ്ഥ വരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഏറ്റവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മുമ്പാണ് അത് തുറന്നു കൊടുക്കുകയുണ്ടായത് വീണ്ടും. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കൃത്യമായ രൂപത്തിൽ തന്നെ ആർക്കിയോളജിക്കൽ ഡിഗ്സ്, ഈ പറഞ്ഞ അൽ അക്സയുടെ താഴെ
അൽ-അഖ്സ നമ്മൾ പുറത്തിങ്ങനെ പള്ളിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ താഴെയുള്ള മണ്ണ് പലതരത്തിലുള്ള ആർക്കിയോളജിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തുരക്കുകയും അവിടെ ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും ആ രൂപത്തിൽ ഈ അൽ-അഖ്സ പള്ളിയുടെ അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി തകർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ശക്തി തകർത്ത് അതിനെ പതിയെ അതിനെ തകർത്ത് കളയാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി എന്നുള്ളതാണ്. ഇത് ടക്കർ കാൾസൻ്റെ തന്നെ പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ജിയാങ് സുയിങ് ആയിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ ആ ഒരു കാര്യം സൂചിപ്പിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. The basic components are, one is the creation of the state, the nation state of Israel, which happened in 1948. And then you need to have the building of the third temple, which requires the destruction of the Al-Aqsa Mosque, which could happen during this war. Actually, for the past 2 years, the Israelis have been conducting these archaeological digs under the Al-Aqsa Mosque to destroy the foundations of the mosque so that they can conduct a controlled demolition of the mosque and blame it on a missile strike from the Iranians. അപ്പോൾ അക്സയെ തകർക്കുക, മസ്ജിദുൽ അക്സയെ തകർക്കുക എന്നുള്ളതിന് വേണ്ടി ഈ രൂപത്തിൽ അതിൻ്റെ താഴെ ഒരുപാട് ആർക്കിയോളജിക്കൽ ഡിഗ്സ് ഒക്കെ ചെയ്ത് അതിനെ വീക്കൻ ചെയ്ത് പതിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഒരുപാട് കാലമായി എന്ന് മാത്രമല്ല പല ആളുകളും നിരീക്ഷിക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പിന്നെ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ തന്നെ അൽ-അഖ്സയെ തകർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. ഏതുവരെയും ചോദിച്ചാൽ ഒരു റബ്ബി അയാൾ വീഡിയോയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയാൻ നമുക്കെന്ത് ചെയ്യണം, അൽ-അഖ്സയെ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ അതിലേക്ക് അൽ-അഖ്സയിലേക്കൊരു മിസൈൽ ഇട്ടുകൊണ്ട് ആ അൽ-അഖ്സയെ തകർക്കണം, അൽ-അഖ്സയിൽ ബോംബിട്ട് തകർക്കണം. എന്നിട്ട് നമുക്കെന്ത് ചെയ്യണം, അത് ഇറാൻ്റെ മേൽ ബ്ലെയിം ചെയ്യണം, ഇറാനാണത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താ, അങ്ങനെ ചെയ്താൽ അത് ഇറാനാണ് എന്ന് പറഞ്ഞ് പിന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും, ഇറാനെ എതിർത്തോളും, അവർ പരസ്പരം തമ്മിൽ തല്ലിക്കോളും എന്ന് പറയുന്നത് വീഡിയോയുടെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിൽ ഒരു ജൂത റബ്ബിയാണ് ആ ഭാഗങ്ങൾ. If it was up to me, the last time when they shot hundreds of missiles, I would pretend that one missile came from Iran and shoot it down. Then all the Arabs would go against Iran and it would be the end of the problem. You make them fight with each other, this bunch of lunatics. Never too late, you deal with a bunch of cowards. അപ്പോൾ നമ്മൾ കുറച്ച് ലുനാറ്റിക്സ്, കുറച്ച് കവേർഡ്സുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് ബോംബ് അല്ലെങ്കിൽ മിസൈലുകൾ ഈ അൽ-അഖ്സയിലിട്ട് അൽ-അഖ്സ അങ്ങോട്ട് തകർത്ത് കളയാം, എന്നിട്ട് നമുക്കെന്ത് ചെയ്യാം, അത് ഇറാൻ്റെ മേലെ ബ്ലെയിം ചെയ്യാം, ഇറാനാണത് ചെയ്തതെന്ന് പറയാം, അവർ പരസ്പരം തല്ലി തീർത്തോളും. ഇങ്ങനെ നമുക്ക് ഈ പ്രശ്നം തീർക്കാമെന്നാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള പ്രധാന സ്റ്റെപ്പ് എന്താണ്, അഖ്സ തകർത്ത് അവിടെ ഒരു ദേവാലയം പണിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു പണി എങ്ങനെയെങ്കിലും ചെയ്യണം. അതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ, ഒരു ഭാഗത്ത് ഉള്ളിലൂടെ തുറന്നുകൊണ്ട് അക്സയെ എങ്ങനെയെങ്കിലും തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് എങ്ങനെയെങ്കിലും ബോംബിട്ടിട്ടോ അത് ഇറാൻ്റെ മേലെയോ ആരെങ്കിലും മേലെങ്കിലുമൊക്കെ അത് ബ്ലെയിം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും അത് തകർക്കണം എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമായിക്കൊണ്ട് അവർ പറയുകയാണ്. ഈ ഒരു പ്ലാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കേവലമായിട്ടുള്ള ഏതെങ്കിലും ദേശരാഷ്ട്ര കോൺഫ്ലിക്റ്റ് അല്ല, ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ല, മറിച്ച് കൃത്യമായൊരു പ്ലാനോടുകൂടി, ഈ പ്ലാനോടുകൂടി ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു പ്ലാനോടുകൂടി ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവിടെ ഒരു സമാധാനം ഉണ്ടാവുമോ? ആ മിഡിൽ ഈസ്റ്റിൽ എപ്പോഴെങ്കിലും, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ ക്യാൻസറാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. കാരണം എന്താ, ആ ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ അവരുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവർ നിരന്തരം ചുറ്റിലുള്ള ആളുകളിലേക്ക് അക്രമങ്ങൾ നടത്തുക, അതിക്രമങ്ങൾ നടത്തുക, നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അധിനിവേശങ്ങൾ ഉണ്ടാക്കുക, ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ആ രാജ്യം, ഏതെങ്കിലും രാജ്യം ശക്തിപ്പെടുമ്പോൾ ഈജിപ്തിൻ്റെ സൈന്യം ശക്തിപ്പെടുന്നു. ഈ ഇടക്ക് പിന്നെ നെതന്യാഹുവിൻ്റെ പ്രസ്താവനയായിരുന്നു, ഈജിപ്തിൻ്റെ സൈന്യം കുറച്ച് ശക്തി ആർജിക്കുന്നുണ്ട്, അത് നമ്മൾ നോക്കണം, അത് നമ്മൾ തടയണം. അത് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യമല്ലേ, അതിനെന്തിനാ ഇസ്രായേൽ ബേജാറാവേണ്ട കാര്യം? ഒന്നുമില്ല. കാരണം ഇസ്രായേലിൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ചുറ്റുപാടുകളെ മുഴുവൻ പ്രശ്നകലുഷിതമാക്കിക്കൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കറപ്ഷൻ വ്യാപിപ്പിക്കുക, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഒരു കാര്യത്തിലൂടെയാണ് മിശിഹ തിരിച്ചു വരിക എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഇതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കേവലമായ രൂപത്തിലുള്ള ദേശരാഷ്ട്ര പ്രശ്നങ്ങളായി മനസ്സിലാക്കിയാൽ ഇതിൻ്റെ പരിഹാരത്തിലേക്കോ അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനോ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അമേരിക്ക ഇതിൻ്റെ കൂടെ നിൽക്കാൻ കാരണം എന്താ? അവർ വിശ്വസിക്കുന്നത് എന്താ? ഇവർ തന്നെ ഈ ഏരിയ ഭരിച്ചാൽ മാത്രമേ യേശു തിരിച്ചു വരുള്ളൂ എന്നുള്ള വിശ്വാസം അവർക്കും ഉണ്ട്, അല്ലേ? ഈ രണ്ട് കൂട്ടരുടെയും വിശ്വാസം ആണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം. ഇതിൻ്റെ അർത്ഥം എല്ലാ ക്രൈസ്തവരും ഇങ്ങനെയുള്ള ഭീകര അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, എല്ലാ ജൂതന്മാരും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്നല്ല.
മറിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സയനിസ്റ്റ് മൂവ്മെൻറ്റുകളാണ് ഇതിന് വളവും നൽകുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ആളുകളും ആ രൂപത്തിൽ തീവ്രവാദികളല്ല. അതേപോലെ തന്നെ ഈ ജൂതന്മാരാണെങ്കിലും എല്ലാ ജൂതന്മാരും തീവ്രവാദികളൊന്നുമല്ല. ഇപ്പോൾ ഈവൻ ഏതുവരെയെന്ന് ചോദിച്ചാൽ പോപ്പ് അല്ലെ, ക്രൈസ്തവരായ ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു വലിയൊരു റിലീജിയസ് ഫിഗറാണ് പോപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന അതിക്രമങ്ങൾക്ക് എതിരാണ്. കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു വ്യൂ അല്ല ഉള്ളത്, അത്തരത്തിലുള്ളൊരു തീവ്രവാദ ആശയമല്ല ഉള്ളത്. മറിച്ച് ഈ പറഞ്ഞ യു എസിനെ ഭരിക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ തീവ്രവാദികൾ അവരാണ് ആ രാജ്യത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതേപോലെ തന്നെയാണ് ജൂതമതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ തീവ്ര ചിന്ത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയനിസം അത് കൈകാര്യം ചെയ്യുന്നവരാണ് ഇസ്രയേലിനെ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാൽ ഓർത്തഡോക്സ് ജൂത വിഭാഗങ്ങളുണ്ട്. അവർ പറയുന്നത് എന്താണ്? ദർ ഇസ് നോ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേറ്റ് ഓർ വേജ് റീജിയണൽ വാർസ്. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഓർത്തഡോക്സ് ജൂസ് പറയുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ സയനിസം പറയുന്നത് അബ്സല്യൂട്ട് ബിബ്ലിക്കൽ എൻടൈറ്റിൽമെൻറ്റ് ഫ്രം ദ നൈൽ ടു യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെയുള്ള ആ മൊത്തം അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്, വാഗ്ദത്ത ഭൂമിയാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അവർ ഈ ഓർത്തഡോക്സ് ജൂത വിഭാഗങ്ങൾ അവർ വിശ്വസിക്കുന്നത് ഹോളി ലാൻഡ് ബിലോങ്സ് ടു ഇൻ ഫുൾ ടു ദ പാലസ്റ്റീനിയൻസ്. ഫലസ്തീൻ എന്ന് പറയുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ്, അല്ലേ? ഫലസ്തീനികൾക്കുള്ളതാണ് ഫലസ്തീൻ, അല്ലെങ്കിൽ ആ സ്ഥലം എന്ന് പറയുന്നത് അവിടെ ആരാണോ ജീവിച്ചു വന്നിരുന്നത് അവർക്കുള്ളതാണ് എന്നുള്ളതാണ്. ഇനി അവിടെ ജൂതന്മാർ ജീവിക്കുകയാണെങ്കിൽ തന്നെ ആ ഫലസ്തീനികളുടെ ഭാഗമായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജൂത വിഭാഗക്കാർ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ജൂതന്മാർ വിശ്വസിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ തീവ്ര പൊളിറ്റിക്കൽ സയനിസ്റ്റുകൾ അവർ വിശ്വസിക്കുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒക്കുപ്പേഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് നാറ്റീവ് പോപ്പുലേഷൻ. അവിടെയുള്ള തദ്ദേശീയരായ ആളുകളെ അവരെ ഡിസ്പ്ലേസ് ചെയ്യണം, ഒക്കുപ്പേഷൻ വഴി അവരെ അധിനിവേശം നടത്തണം, അതേപോലെ തന്നെ അവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ജൂത റബ്ബിമാർ തന്നെ, ഓർത്തഡോക്സ് ജൂതന്മാരായിട്ടുള്ള ആളുകൾ തന്നെ ഈ പറഞ്ഞ തീവ്രവാദത്തിനെതിരെ, ഈ ഇസ്രായേൽ നടത്തുന്ന തീവ്രവാദത്തിനെതിരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടു. The state of Israel have no right to exist. Not only they have no right to go to wage wars on other countries like Gaza, Iran and Lebanon and so on. So as you can understand, in today's day, Jewish people have no right to rule the land, even not 1 inch of any land, and of course even not in the Holy Land. The Holy Land in today's day, according to the Torah, it belongs to the Palestinian. അവർ പറയുന്നത് തോറ പ്രകാരം ഈ ഹോളി ലാൻഡ്, ഈ പിന്നെ പുണ്യഭൂമി, അത് ഇറ്റ് ബിലോങ്സ് ടു ദ പലസ്റ്റീനിയൻസ്. അത് അവിടെയുള്ള തദ്ദേശീയരായ ആളുകൾക്ക് ഉള്ളതാണ്. അതല്ലാതെ അവിടെ പോയിട്ടൊരു ജൂതരാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് അത് തോറക്ക് വിരുദ്ധമാണ്, ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ജൂതമതം മൊത്തത്തിൽ അല്ലെങ്കിൽ ജൂതന്മാർ മൊത്തത്തിൽ ഇങ്ങനെ തീവ്രവാദികളാണെന്നല്ല, മറിച്ച് കൃത്യമായ രൂപത്തിൽ സ്റ്റാൻഡ് എടുക്കുന്ന ജൂതന്മാരും ഉണ്ട് എന്നുള്ളതാണ്. Not a two-state, and not all of this. From the river to the sea should go back to the Palestinians in full. Could be the Jewish people can live there under a Palestinian government. അവിടെ ജൂതന്മാർക്ക് ജീവിക്കാം, പക്ഷേ ഒരു പലസ്റ്റീനിയൻ റൂളിൽ അവിടെയുള്ള തദ്ദേശീയരായ ആളുകളുടെ ഇതാണ് ആ ഭൂമി എന്ന് പറയുന്നത്, ആ രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്തിൽ ആ ഫലസ്തീനികൾക്ക് കീഴിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ല കീഴിൽ എന്ന് വെച്ചാൽ ആ ഫലസ്തീനികളുടെ ഭരണത്തിൽ ഈ ജൂതന്മാർക്കും ജീവിക്കാം, അല്ലെങ്കിൽ ജൂതന്മാരെ അവിടുന്ന് പുറത്തു പോകണമെന്നൊന്നും അല്ല പറയുന്നത് എന്ന രൂപത്തിൽ തന്നെയാണ് കൃത്യമായ തീവ്രവാദികളല്ലാത്ത ജൂതന്മാരുടെ സ്റ്റാൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Like Jewish people living today in Iran, even under the war, they have no problem with Jews, they have a problem with occupiers, they have a problem with the genocide, they have no problem with Jews. The same thing, we can live as peaceful citizens even in Palestine. But the whole land, the government should go back to the Palestinians in full, and all the Palestinian refugees should come back and they should get back their homes in the villages. അപ്പം ഫലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ലബനാനിലും അതേപോലെ തന്നെ വ്യത്യസ്തമായ അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഫലസ്തീനിൽ നിന്ന് പിന്നെ ഓടിപ്പോകേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തിരിച്ചു വരണം, ആ തദ്ദേശീയരായ ആളുകളൊക്കെ അവിടെ തിരിച്ചു വരണം, അവിടെ നിൽക്കണം, അവിടെ താമസിക്കണം, എന്നിട്ട് അവരുടെ കൂടെ ജൂതന്മാർക്കും എന്ത് ചെയ്യാം, പീസ്ഫുള്ളി കോ എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ തീവ്രവാദികളല്ലാത്ത ജൂതന്മാരുടെ വാദം. Like it was before. This is according to the Torah. അപ്പം ഇങ്ങനെ ഈ രൂപത്തിൽ
തോറ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ശാന്തമായ രൂപത്തിൽ അല്ലെങ്കിൽ വളരെ സമാധാനപരമായ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുമുണ്ട്, പക്ഷേ തീവ്രവാദികളുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എല്ലാ മതത്തിലും ഇത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ IS, അൽ ഖായിദ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തീവ്രവാദികളുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രിഞ്ച് എലമെൻസാണ്. ഏതെങ്കിലും ചില മിലീഷ്യാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഗ്രൂപ്പുകൾ ഏതെങ്കിലും സ്ഥലത്ത് മാത്രം കാണുന്ന കുറച്ച് ആൾക്കാർ, അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള അച്ചീവ്മെൻറ്റ് അവർക്ക് ഉണ്ടാവില്ല, മുസ്ലിങ്ങളുടെ പിന്തുണ അവർക്ക് ഉണ്ടാവില്ല, മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് ഒന്നും ഉണ്ടാവില്ല. അവരവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാർ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് അതുകൊണ്ട് കാര്യമായ ഒരു പ്രശ്നം അല്ലേ. ആ നിലക്ക് പിന്നെ ജിയോ പൊളിറ്റിക്കലി എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനൊന്നും അവർക്ക് പറ്റൂല. മുസ്ലിങ്ങൾക്കിടയിലുള്ള തീവ്രവാദികൾ അവർ ഒന്നാമത് കുറച്ച് ആളുകളാണ്, ഫ്രിഞ്ച് എലമെൻസ് ആണ്, അവർക്ക് മുസ്ലിങ്ങളുടെയോ മുസ്ലിം രാജ്യങ്ങളുടെയോ സപ്പോർട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാൽ ഈ തീവ്രവാദത്തിൻ്റെ പ്രശ്നം എന്താ? ജൂത തീവ്രവാദത്തിൻ്റെയും അതേപോലെ തന്നെ ക്രിസ്ത്യൻ സയനിസ്റ്റ് തീവ്രവാദത്തിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ ദേ ഹാവ് എ സ്റ്റേറ്റ്, വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അവരേതെങ്കിലും IS അൽ ഖായിദയോ പോലെ ഏതെങ്കിലും ഗ്രൂപ്പുകളായിട്ടല്ല ഉള്ളത്, മറിച്ച് ഒരു വലിയ പവർഫുൾ നാഷനായിട്ടുള്ള അമേരിക്ക, പവർഫുൾ നേഷനായിട്ടുള്ള ഇസ്രായേൽ, ഈ രാജ്യങ്ങൾ തന്നെ എന്താണ് ഈ തീവ്രവാദ ഐഡിയോളജിയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എല്ലാ മതത്തിലും എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരുണ്ടാവും, പക്ഷേ ഈ പിന്നെ രാജ്യങ്ങൾ ഇവരുടെ ഐഡിയോളജി തന്നെ തീവ്രവാദമാണ്. ജൂത ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയനിസ്റ്റ് തീവ്രവാദങ്ങൾ രണ്ട് രാജ്യങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. മറ്റ് മുസ്ലിങ്ങൾക്കിടയിലുള്ള തീവ്രവാദികൾ അവർ കുറച്ച് പിന്നെ ഏതെങ്കിലും കുറച്ച് ഗ്രൂപ്പുകളായിട്ടുണ്ടാവുക, അവരെ തന്നെ മുസ്ലിങ്ങൾ തന്നെയാണ് അതിനെ എതിർക്കുന്നത് അല്ലേ. ISISനെതിരെയൊക്കെ ജിഹാദ് നടത്തണമെന്നാണ് പിന്നെ പല മുസ്ലിം പണ്ഡിതന്മാരുടെയും സൗദിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മിക്ക മുസ്ലിം രാജ്യങ്ങളിലെയും പണ്ഡിതന്മാരുടെ ഫത്വ എന്ന് പറഞ്ഞാൽ ISISനെതിരെ ജിഹാദ് നടത്തണമെന്നാണ്. ISISനെതിരെ ഫൈറ്റ് ചെയ്യൽ ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണെന്നാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങളൊക്കെ മറ്റ് പല ഏകദേശം എല്ലാ മതങ്ങളും അങ്ങനെയാണ് തീവ്രവാദികളെ കൈകാര്യം ചെയ്യുക. തീവ്രവാദികൾ മതത്തിൽ അല്ലെങ്കിൽ മതവിശ്വാസികൾക്കിടയിലുണ്ടാവും, അവരെ വിശ്വാസികൾ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് മറ്റു മതത്തിലെ അവസ്ഥ. പക്ഷേ ക്രൈസ്തവ ഇവാഞ്ചലിക്കൽ തീവ്രവാദികളുടെയും അതേപോലെ തന്നെ ജൂത തീവ്രവാദികളുടെയും പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഉള്ളതൊരു സ്റ്റേറ്റ് തന്നെയാണ്. സ്റ്റേറ്റ് മുഖേന തന്നെ എന്ത് ചെയ്യുന്നു, അവരവരുടെ തീവ്രവാദ നയങ്ങൾ രൂപീകരിക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ഒരിക്കലും തീരാത്ത രൂപത്തിൽ പശ്ചിമേഷ്യയെ കത്തിച്ച് തന്നെ നിർത്തുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ തീവ്രവാദ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഒരു റാഡിക്കലായിട്ടുള്ള ചിന്തയുടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അത് നമുക്ക് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലടക്കം കാണാൻ സാധിക്കും. ഇവരുടെ ഒരു സുപ്രീമസ്റ്റ് മൈൻഡ് സെറ്റ് കൂടിയുണ്ട്. അത് ജൂത തീവ്രവാദികൾക്കാണ് പ്രധാനമായിട്ടുള്ളത്. അവർ വിശ്വസിക്കുന്നത് വെച്ചാൽ വി ആർ ദ ചോസൺ പീപ്പിൾ, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്നുള്ളതാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന് പറയാൻ അവർക്ക് കുറേ അവരുടെ വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അല്ലേ. തൽമൂദ് ശബ്ബാത്ത് 32 അതുപോലെ തന്നെ സക്കരിയ പിന്നെ 8:23 അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയും ഞങ്ങളെന്താണ് ഈ ജൂതന്മാരെന്ന് പറയുന്നത് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട് മറ്റുള്ളവരെക്കാൾ കുറച്ച് ഉന്നതിയുണ്ട് അല്ലെങ്കിൽ ഔന്നത്യമുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഏതുവരെയും ചോദിച്ചാൽ മറ്റുള്ളവർ, അതായത് ജൂതന്മാരല്ലാത്തവർ അവരെന്താണ് ജെൻഡൈൽസ് അല്ലെങ്കിൽ ഗോയിംസ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം മലയാള പിന്നെ ബൈബിളൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജാതീയർ എന്നൊക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ വിജാതീയർ, ഈ ജൂതന്മാരല്ലാത്തവർ അല്ലെങ്കിൽ ജെൻഡൈൽസ് ആയിട്ടുള്ള ആളുകൾ അവരെന്താണ്, അവർ ഇൻഫീരിയറാണ്. ജൂതന്മാർ സുപ്പീരിയറാണ്, ഈ പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഇൻഫീരിയർ ആണെന്നുള്ളത്. ആ ഇൻഫീരിയർ ആണെന്ന് മാത്രമല്ല ജൂതന്മാർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഈ ഇൻഫീരിയർ ആയിട്ടുള്ള വിജാതീയരെ അല്ലെങ്കിൽ ഗോയിംസിനെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ പിന്നെ താഴെ നിർത്താനും അല്ലെങ്കിൽ അവരെ ഈവൻ എൻസ്ലേവ് ചെയ്യാനും അവരെ അടിമകളാക്കാൻ പോലുമുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനം. അതുമാത്രമല്ല ഒരു ജൂതന് ഏകദേശം 2800ഓളം നോൺ ജൂയിഷ് സെർവൻസ് ഉണ്ടാവാന്നുള്ളത് വെച്ചാൽ അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു കണക്കെടുക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു, അവരെ കണക്കെന്താ വെച്ചാൽ ഇസ്രായേലിലുള്ള ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ഒരു ജൂതൻ മരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ജൂതന്മാരല്ലാത്ത ഒരു ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നത് പോലെ അത്രയും സേക്രഡാണ് അല്ലെങ്കിൽ അത്രയും പുണ്യമാക്കപ്പെട്ട സോളാണ് എന്ത് ജൂതൻ്റെ സോൾ. അപ്പോൾ ജൂതൻ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പുറത്ത് അതുകൊണ്ടാണ് 1200ഓളം ആളുകളാണ് ഈ ഒക്ടോബർ 7 കൊല്ലപ്പെട്ടത്. ആ 1200 പകരം 1200 അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും സംഖ്യയാണോ ഗാസയിൽ കൊന്നത്? അല്ല, 75,000 അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഈ ഇസ്രായേലികളായ ജൂതന്മാരായ 1200 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫലസ്തീനികളായ 75,000-നേക്കാൾ
പിന്നെ എന്താണ് അത്രയും വാല്യൂ ഉള്ളതാണ് ഈ ജൂതൻ്റെ സോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 75,000 തന്നെ പോരാന്നാണ് അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. ഒരു ലക്ഷമൊക്കെ കടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലം കുറച്ച് കാര്യങ്ങളുടെ പേരിൽ അത് നിർത്തിവെക്കേണ്ടി വന്നു മാത്രം. ഇപ്പോൾ വീണ്ടും ബോംബിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ വിശ്വാസം. ഈ വിശ്വാസം വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് എത്ര ആൾക്കാർ മരിച്ച് പിടഞ്ഞു വീണ് മരിക്കുന്ന കണ്ടാലും ഇവർക്കൊരു പ്രശ്നം തോന്നില്ല. കാരണം ഞങ്ങളെന്താണ് ഉന്നതരാണ്, അവർ അധമരാണ്. ആ അധമരായതുകൊണ്ട് തന്നെ അവർ മരിച്ചു വീണാലും കുഴപ്പമില്ല. ഒരു ജൂതന് പകരം ആയിരക്കണക്കിന് പിന്നെ ഫലസ്തീനുകൾ മരിച്ചു വീണാലും അതൊരു പ്രശ്നമല്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഒരു അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഇത് ജൂതന്മാരായ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന അവരുടെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ അവരുടെ സാധാരണക്കാരൊക്കെ ഈ ഒരു വ്യൂ പിന്നെ അത് ഹോൾഡ് ചെയ്യുന്നവരാണ് എന്നുള്ളത് അതിൻ്റെ കുറച്ച് തെളിവുകൾ നമുക്കൊന്ന് കാണാം. Count like many other goyim in his spiritual value. Even you take righteous goyim and you put them compared to one righteous Jew, one Jew can be equal like thousands of righteous goyim. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ജൂതനെയും ഒരു റൈറ്റിയസ് ഒരു നല്ലൊരു ഗോയിം എന്ന് വെച്ചാൽ ഒരു നോൺ ജൂനെ എടുക്കുക നിങ്ങൾ എങ്കിൽ ഒരു ജൂതന് പകരമായിട്ട് ഒരു ആയിരക്കണക്കിന് ഗോയിമിനെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജൂതരല്ലാത്തവരെ, അത് രണ്ടും സ്പിരിച്വൽ വാല്യൂവിൽ അവർ ഒരുപോലെ ആയിരിക്കുന്നതാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തുല്യരാണ് ഒരു ജൂതൻ. ഇതാണ് ഇവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. And I have to say, unfortunately, even some Jews who in the United States before the Civil War used the curse of Ham as a justification for the enslavement of African Americans. They said, hey, black people are supposed to be slaves. Black people are supposed to be inferior, and they pointed out to the curse of Ham. Now, it happens to be that Jewish law permits the enslavement of any non-Jew, white or black. അപ്പം ജൂയിഷ് ലോ അത് അനുവദിക്കുന്നുണ്ട്. ജൂയിഷ് ലോ പ്രകാരം ഏത് നോൺ ജൂവിനെയും, ജൂതനല്ലാത്ത ഏതൊരാളെയും എൻസ്ലേവ് ചെയ്യാം, അടിമയാക്കാം എന്നാണ് ജൂത നിയമം എന്നുള്ളതാണ് പറയുന്നത്. And that's no wonder why the black people in Africa were slaves. It's no coincidence why the Chinese were not slaves, why other countries from Europe never became slaves. Because the people that came from Africa, they actually came from this Canaan and from Ham. And the curse of Noah actually went to them. അപ്പം അതിനൊക്കെ കാരണമുണ്ട് എന്തുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർ അടിമകളായി. അതിനൊക്കെ ഈ പറഞ്ഞ ചരിത്രപരമായ ഞങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നാണ്. Do you believe that the Gentiles, the Goyim, will one day become the slaves of the Jews? So I believe it's part of the Torah. അപ്പോൾ അത് തോറയുടെ ഭാഗമാണ്. അത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ളതാണ്. മറ്റ് ജൂതന്മാരല്ലാത്ത ആളുകളെ അടിമകളാക്കി വരും, ഞങ്ങളുടെ കീഴിൽ വരും എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ളതാണ്. אתה חושב שהגויים יהיו עבדים של היהודים יום אחד? אמורים להיות. אוקיי, מה זאת אומרת כאילו אמורים להיות? לפי מה שכתוב בתורה, הגויים אמורים להיות העבדים שלנו. אוקיי, אתה חושב שזה באמת יהיה? כאילו מן Allah. ജൂതന്മാരല്ലാത്തവരൊക്കെ ഞങ്ങളുടെ അടിമകളാകേണ്ടവരാണ്. അത് വൈകാതെ തന്നെ ആവും. എപ്പോൾ ആവും ചോദിച്ചപ്പോൾ അത് അല്ല തിരഞ്ഞെടുക്കണം എന്ന്, അല്ലെങ്കിൽ അല്ല തീരുമാനിക്കണം എന്നാണ്. അല്ല മീൻസ് അറബിയിൽ ദൈവം എന്നുള്ളതിന് പൊതുവായി ഉപയോഗിക്കുന്ന ടേമാണ് അല്ല എന്നുള്ളത്. ഈവൻ അറബി ബൈബിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ദൈവം എന്നുള്ളതിന് അറബിയിൽ അല്ല എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ അല്ല തീരുമാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ജൂതന്മാരല്ലാത്തവരൊക്കെ ഞങ്ങളുടെ അടിമകളായി വരും എന്നുള്ളതാണ് പറയുന്നത്. האם אתה מאמין שהגויים יהיו עבדים של היהודים יום אחד? כן, זה כתוב בתורה. אוקיי, ומה זה אומר? בתורה אני מאמין. כן? ומה כתוב? כתוב בפירוש שהגויים יהיו עבדים שלנו? כן, כתוב שאחרי ביאת המשיח, אני אומר, כתוב אחרי ביאת המשיח, אני לא יכול להביא את הפסוק המדויק, אבל כתוב שאחרי ביאת המשיח יהיה מלחמה מאוד מאוד גדולה, ובסופו של דבר כן, הגויים יהיו עבדים של היהודים במשך תקופה, ואחרי זה העולם יחזור כאילו לקדמות. അപ്പം ലോകം ഒരു ഏൻഷ്യൻ വേയിലേക്ക്, ഒരു പുരാതന രൂപത്തിലേക്ക് ലോകം മാറും. മെഷിയ തിരിച്ചു വരും. ആ സമയത്തേക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ജൂതന്മാരല്ലാത്തവർ ഞങ്ങളുടെ അടിമകളായി ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു വിശ്വാസമാണ് ഇവരെ നയിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തു കൂട്ടുന്നതെല്ലാം. ഒന്ന് ആലോചിച്ചൊക്കെ, ഇത്രയും ഒരു എന്താ പറയുക സുപ്രീമസി സ്വയം അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എത്ര ആളുകളെ കൊന്നാലും ഇവർക്കൊന്നും തോന്നൂല. കാരണം ഒരു ജൂതന് പകരം ആയിരക്കണക്കിന് പിന്നെ നോൺ ജ്യൂസിനെ കൊന്നാലും ഒരു ജൂതനെ കൊന്നതിന് പകരം ആവില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവിക മതത്തിൻ്റെ ഒരു കൽപ്പനയുടെ അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും
ഏതൊരു മനുഷ്യനാകട്ടെ, അത് അറബിയാകട്ടെ, അറബി അല്ലാത്ത ആളാവട്ടെ, അല്ലെങ്കിൽ വെളുത്തവനാകട്ടെ, കറുത്തവനാകട്ടെ, ഏത് മനുഷ്യനാകട്ടെ, അവരെല്ലാവരും സെയിമാണ്. അവരെല്ലാവരും സ്പിരിച്വൽ വാല്യൂവിൽ ഒരുപോലെയാണ്. നിങ്ങളുടെ ഔന്നത്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ അമലുകൾ കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന ആ ദൈവിക ദർശനത്തിൻ്റെ സൗന്ദര്യം അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരത്തിലുള്ള ഈ സുപ്രീമസി, അല്ലേ, ഒരു ഇന്ത്യയിലൊക്കെയുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ സിമിലർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്, അല്ലേ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. പിന്നെ ബ്രാഹ്മണനേക്കാൾ എത്രയോ താഴെയാണ് ഈ പറഞ്ഞ പിന്നെ ഈ ബാക്കി താഴ്ന്ന ജാതിക്കാർ എന്നൊക്കെ വിശ്വസിക്കുന്ന അതേ പാറ്റേണിലാണ് ഇവരുടെയും വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഇവിടെ ഇന്ത്യയിലൊക്കെ ഇരുന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇസ്രായേലിന് വേണ്ടി പിന്നെ ഓവർ ടൈം പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ ജൂത തീവ്രവാദികളുടെ അവരുടെ വിശ്വാസപ്രകാരം നിങ്ങളും ഈ ജൂതന്മാരുടെ അടിമകളാകാൻ പോകുന്ന ആൾക്കാരാണ്, ജൂതന്മാരുടെ അടിമയാകാൻ നിൽക്കുന്നവരാണ്. കാരണം നിങ്ങളും ജൂതന്മാരല്ലല്ലോ, നിങ്ങളും ജന്മം കൊണ്ട് ജൂതന്മാരല്ല, അല്ലെങ്കിൽ ആ വംശത്തിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഇവിടുന്ന് പിന്നെ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരും അവരുടെ വിശ്വാസപ്രകാരം അടിമകളാകാനുള്ള ആളുകളാണ് എന്നുള്ളത് അത് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു ഫാക്റ്റ് എന്നുള്ള നിലക്ക് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയും ഒരു സുപ്പീരിയോറിറ്റി സ്വയം വിശ്വസിക്കുന്ന, മറ്റുള്ളവരെല്ലാം ഞങ്ങളുടെ താഴെയാണ്, അവർ ഒരു പിന്നെ 1000-ഓ 10,000-ഓ കൊല്ലപ്പെട്ടാലും ഞങ്ങൾ ഒരാൾ കൊല്ലപ്പെട്ടതിന് തുല്യമാകില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ഐഡിയോളജിയാണ്, ഈ തീവ്രവാദമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള ഒരു ലോകാവസാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലക്കാണ് ഇസ്രായേലി ചെയ്തു കൂട്ടുന്നതല്ല. അത് ഒരു നിലക്ക് മറ്റൊരു നിലക്ക് ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ വിശ്വാസവുമായി യോജിച്ചു വരുന്നു. യേശുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് ക്രിസ്ത്യൻ സയനിസ്റ്റുകളും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നിരന്തരം ഉണ്ടാക്കുന്നത്. പ്രശ്നമില്ലാത്തൊരവസ്ഥയില്ലാത്ത, അല്ലെങ്കിൽ അത്തരമൊരു സമയമില്ലാത്ത രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് അവരുടെ പ്രോമിസ്ഡ് മിശിഹ വരാനുള്ള ഒരു കാരണമായിക്കൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, ഈ ജൂത തീവ്രവാദികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസപ്രകാരവും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിക്ക് വേണ്ടി നിലകൊള്ളുക, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക, അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ അടിച്ചമർത്തുന്ന, ഈ ക്രൂരതകൾ ചെയ്യുന്ന ജൂതന്മാർക്കെതിരെ ഈസാ നബി, അതായത് യഥാർത്ഥ യേശു ക്രിസ്തു അവതരിക്കുമെന്നും ജൂതന്മാരുടെ മിശിഹ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് ദജ്ജാൽ എന്ന് പറയുന്ന ആൻറ്റി ക്രൈസ്റ്റ് ആണ് എന്നുള്ളതുമാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കാണുന്ന പ്രശ്നങ്ങളും ഈ കാണുന്ന വംശഹത്യയും എല്ലാം കാണുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടുകയാണ്, അല്ലേ. ഈ തിന്മയുടെ ശക്തികൾ അവരൊരിക്കലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, വംശഹത്യകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകാൻ സാധ്യതയുള്ളത്? എങ്ങനെയാണ് അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ളവരാകാൻ സാധ്യതയുള്ളത്? ഒരിക്കലുമല്ല, അല്ലേ. ഇവർ നന്മയുടെ ശത്രുക്കളാണ്, തിന്മയുടെ വാഹകരാണ്. അവർക്കുള്ള മിശിഹ എന്ന് പറയുന്നത്, അവരുടെ മിശിഹ എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റ് ആണ്, ദജ്ജാലാണ്. അത് വരിക തന്നെ ചെയ്യും. പക്ഷേ അതിന് മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂടെ, നന്മയുടെ കൂടെ യേശു ക്രിസ്തു അവതരിക്കുക തന്നെ ചെയ്യും. ആ യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ, ഈസാ നബിയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ തിന്മയുടെ ശക്തികളെ ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തെയും അടിച്ചമർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ള അന്തിമ വിജയം എന്ന് പറയുന്നത്. അതിന് മുസ്ലിങ്ങൾ ആരെയും അനാവശ്യമായിട്ട് കൊല്ലുകയോ തല്ലുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ല ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ തടുക്കാൻ യേശു ക്രിസ്തു വരാനുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം വരാനുണ്ട് എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും. അത് ഇൻഷാ അല്ലാഹ് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് എല്ലാ തീവ്രവാദങ്ങളെയും, എല്ലാ വർഗീയ വിഭാഗീയ ചിന്തകളെയും ഇല്ലാതാക്കാനും, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാനുമുള്ള പ്രാർത്ഥനകളിൽ നമ്മളെല്ലാവരും മുഴുകുക. ഇൻഷാ അല്ലാഹ് സമാധാനം പുലരട്ടെ, നന്മ പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.